ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് നമുക്ക് എക്സ്പ്രസ് ട്യൂബ് വന്നേക്കുന്നത്. ഓൾറെഡി നമ്മളതിന് കുറച്ച് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ഒരു അപ്ഡേഷനായിട്ട് വരുന്നത് നമുക്ക് പുതിയ 210-ൻ്റെ മൾഗാണ് ചെയ്യാൻ പറ്റുന്നത്, അതായത് സ്പ്ലെൻഡർ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പഴയ മൾഗാൻ്റെ ലുക്കിനേക്കാളും പുതിയ നമുക്ക് ആ ഒരു സ്പോട്ട് ലുക്ക് കിട്ടുകയും ചെയ്യും. പുതിയ വണ്ടിയുടെ ജെനുവിൻ സ്പെയർ പാർട്സ് തന്നെയാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ആ 210-ൻ്റെ ലുക്ക് മാത്രമല്ല, നമുക്ക് റേസിംഗ് നടക്കുന്ന ആ ഒരു ലുക്കിലോട്ട് സ്പെക്കിലോട്ട് വണ്ടി മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിന് എക്സ്പ്രസിനായാലും നമുക്ക് ഇമ്പൾസിനായാലും ഡയറക്റ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റും. ചെറിയൊരു മോഡിഫിക്കേഷൻ വരും, അത് ഈ വീഡിയോ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഫിറ്റ് ചെയ്യാൻ നോക്കാം. നിങ്ങളൊരു മൾഗാർഡ് നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യാം ഈ ഒരു മൾഗാർഡ്. കാരണം ഇതിന് അത്രയും നമുക്ക് വണ്ടി ലുക്കും കിട്ടും, ആ ഒരു എന്താണ് ആ ഒരു കറക്റ്റ് റെഡ് ആൻഡ് ബ്ലാക്ക് ആ ഒരു ഫിനിഷ് തന്നെ കിട്ടും. കാരണം ഒറിജിനൽ ആ കമ്മി കളർ തന്നെ വരും. അല്ല ആഫ്റ്റർ മാർക്കറ്റ് മേടിക്കുന്ന നമുക്ക് മൾഗാർഡ് പറയുമ്പം കളർ എന്ന് പറഞ്ഞാൽ വേറെ രീതിയായിരിക്കും, ഒരു കോമ്പിനേഷൻ ഇല്ലാത്ത കളർ നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ ഏറ്റവും നല്ലത് ഇതിന് ഒറിജിനൽ സാധനം മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ലുക്കും കിട്ടും, ഫിനിഷിങ് കിട്ടും, വേറെ ഇഷ്യൂസ് ഒന്നും വരുത്തുമില്ല. അപ്പം വീട്ടിലോട്ട് പോയേക്കാം. ഫ്രണ്ട്സ്, നമുക്ക് കണ്ണ് മൾഗാർഡ് കഴിക്കാം. അത് 10 വോൾട്ട് കഴിക്കാം ഫസ്റ്റ്. നമ്മുടെ എടുത്തിട്ടുള്ള സെറ്റ് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ 210-ൻ്റെ മൾഗാർഡ് സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യം ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയ്യാൻ വേറെ ഒന്നുമല്ല. നമ്മൾ ഈ ഹോളിൽ കുറച്ച് ഡിഫറൻ്റ്. ഇത് നമ്മൾ കറക്റ്റ് പോപ്പർ ആയിട്ട് വരുന്നത് ഒരുപോലെ വരുന്നത്. അപ്പോൾ നമുക്കിതിന് വരുമ്പോൾ കുറച്ച് വ്യത്യാസം. കാരണം ഇതിൻ്റെ ടോപ്പിൽ വരുന്ന ആ 2 ഹോൾ ഇച്ചിരി അടുപ്പിച്ചാണ് വരുന്നത്. അപ്പോൾ കുറച്ച് ഈ 2 സൈഡോട് എക്സ്റ്റെൻഡ് ചെയ്ത് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാർക്ക് ചെയ്ത് ഈ വീഡിയോ ഇതിനകത്ത് ഉണ്ട്. ഇതുപോലെ തന്നെ കറക്റ്റ് മാർക്ക് ചെയ്ത് വേണം നമ്മൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടി. നല്ല നല്ല ഡിഫറൻറ്റ് വരും. അപ്പോൾ നമുക്കിനി ഹോൾഡ് ചെയ്യുന്നു. ഹോളുകളും ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ബുഷ് ഇടുമ്പോൾ ഈ ബുഷിന് അളവിനുള്ള ബുഷ് മറ്റേ ഹോൾ മാത്രമേ ഇടാൻ പാടുള്ളൂ, ഓവർ ഇടാതിരിക്കുക. മാക്സിമം നമുക്ക് ഈ ബുഷ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം ഹോൾ ഇടാൻ. എന്നാലും നമുക്ക് കയറ്റുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ നോക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ ഫ്രണ്ട് മൾഗാർഡ് ഫെൻഡർ ഫിറ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ കുറച്ച് കാര്യമുണ്ട്. കാരണം നമുക്ക് കുറച്ച് ഹൈറ്റ് നോർമൽ ഫിറ്റ് ചെയ്യുമ്പോൾ ഹൈറ്റ് കുറച്ച് കൂടിപ്പോകും. അപ്പോൾ ആ സാധനം നമുക്ക് ജസ്റ്റ് 2 വാഷ് വെച്ച് ഫ്രണ്ടിച്ച് താങ്ങണം, എന്നാലും നമുക്ക് അതിന് പ്രോപ്പറായിട്ട് ആ ലുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ലൈറ്റിൻ്റെ വെട്ടം കുറച്ച് ക്ലിയർ ആയിട്ട് കിട്ടും. നല്ലത് ലൈറ്റ് വാഷ് ഇടാതിരിക്കുക, കുറച്ച് പോയി കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ വെട്ടത്തിന് നമുക്ക് ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതിന് കുറച്ച് മാക്സിമം 2-3 വാഷ് കിട്ടുന്ന ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വേണം പറ്റാൻ. ഇപ്പോഴാണ് വണ്ടിക്ക് നമുക്ക് ആ ലുക്ക് കിട്ടുന്നത്. ഇപ്പോൾ അറിയാൻ പറ്റും ആ ഒരു ആ ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ആഫ്റ്റർ മാർക്കറ്റ് ഒന്നുമല്ല, ഓറിജിനൽ ജെനുവിൻ പാർട്സ് തന്നെ നമുക്ക് 210 വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ലുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് നിങ്ങൾക്ക് കൂടെ കൂടിയോ. നിങ്ങൾക്ക് വേണ്ടി ഇഷ്ടമുള്ള വീഡിയോ എടുക്കുന്നത് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ അടുത്ത വീഡിയോ കാണാം. കുറച്ച് ഷോർട്സ് കണ്ടേക്കാം.